ഇപ്പോൾ മാങ്ങാക്കാലാണല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാലും ഇപ്പോൾ മാങ്ങയാണ്. അപ്പോൾ മാങ്ങാക്കാലായിട്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് മാങ്ങക്കന്നെ ഒരു നാണക്കേടായിരിക്കും. അപ്പോൾ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഒരു 3-4 പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാം. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരി. 2-3 വീഡിയോസ് കണ്ട് റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു റെസിപ്പി. അങ്ങനെ ആ മാങ്ങ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് 2 അച്ച് ബെല്ലം ഇട്ട് ഉരുക്കിയിട്ടുള്ളതാണ്, ശർക്കരപ്പാനിയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് ഈ നെയ്യ്. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ മാമ്പഴപ്പുളിശ്ശേരിക്ക് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ മാങ്ങയിലൊക്കെ നല്ലോണം പിടിച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങയും അതുപോലെ കുറച്ച് തൈരും ഇത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് രണ്ടും നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ആക്കാം. അങ്ങനെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് തന്നെ എടുക്കാം കേട്ടോ. നെയ്യിൽ കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്തിട്ട് അതും കൂടെ കടുക് പൊട്ടിച്ചിട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടി തുറക്കുമ്പോൾ ആ നെയ്യിൻ്റെയും മാങ്ങേൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരാനുണ്ട് ഗൈസ്. അടിപൊളിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നോക്കുക. കിഡിലൻ റെസിപ്പിയാണ്, അടിപൊളിയാണ്.